സ്റ്റിച്ചൊക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ എന്തായാലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വേസ്റ്റ് തുണികൾ. എത്രയൊക്കെ അത് വേസ്റ്റ് തുണികളാണെന്ന് പറഞ്ഞാലും നമ്മളത് ഒരിക്കലും കളയാണ്ട് ഇങ്ങനെ എടുത്ത് വെക്കും. എന്തെങ്കിലും ചെയ്യാമെന്ന് പറയും. എത്രയൊക്കെ സ്ഥലമില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ബാക്കി തുണികൾ ഞാൻ കളയാണ്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് വെക്കുന്ന ഈ ഒരു തുണി കൊണ്ട് നമുക്ക് ഇന്നൊരു ഡോർമാറ്റ് തയ്ച്ചാൽ എങ്ങനെ ഈക്വൽ ലെങ്തും വിടുത്തുള്ള ഇതേപോലത്തെ സ്ക്വയറുകൾ വെട്ടിയെടുത്തിട്ട് ഇതേപോലെ കാണുന്ന പോലെ മടക്കുക കേട്ടോ. അതിനുശേഷം ആ മടക്ക് കളയാണ്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് മൊത്തം സ്റ്റിച്ച് ചെയ്തിട്ട് അതിങ്ങോട്ട് അടിച്ചിറക്കാണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തതും ഇതേപോലെ മടക്കിയിട്ട് അതും അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനൊരു എണ്ണം കണക്കൊന്നും ഞാൻ വെക്കലില്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ള മെറ്റീരിയലിനനുസരിച്ചാണ് കേട്ടോ ഞാനിത് എടുക്കല്. ഇത് കുറേ എണ്ണം വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് ഒരു മാല പോലെയായിട്ട് കിട്ടും. ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ച സാധനം നമുക്ക് ഇതിനൊരു ബേസിലേക്ക് നമുക്ക് മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഈ കാണുന്ന പോലെ ചതുരത്തിൽ ഇതേപോലെ മടക്കിയിട്ട് ഒരു കോണാക്കിയിട്ട് മടക്കി വെക്കാനായിട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ലെങ്ത്ത് ഒരേ ലെങ്ത്ത് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് ഞാനിത് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു റൗണ്ട് ആണ് കേട്ടോ കിട്ടുക. നിങ്ങൾക്ക് മാറ്റ് ഏതൊരു ഷേപ്പിലേക്കാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമ്മൾ ആ മുറിച്ച് വെച്ചിരിക്കുന്ന തുണി മുറിച്ചാൽ നമുക്ക് അതേ ഒരു ഷേപ്പിൽ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാല ഇതേപോലെ നമുക്ക് ചുറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ ഇതിൻ്റെ മുകളിൽ കൂടി. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാലേൻ്റെ നമ്മൾ ആദ്യം ഇതിൽ അടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റിച്ചില്ലേ, ഈ ഒരു സ്റ്റിച്ച് നമുക്ക് അതിൻ്റെ അറ്റത്ത് കൂടി ഇതേപോലെ വെച്ചിട്ട് വേണം കേട്ടോ അടിച്ചു കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അതിൽ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും കൂടി ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫില്ലായിട്ടുള്ള ഒരു മാറ്റ് കിട്ടും. അപ്പോൾ എനിക്കിതിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് അടിച്ച് തീർക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ ദിവസം എടുത്തിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ആക്കി എടുക്കുന്നത്. അതായത് ആ ഒരു മാല പോലെയുള്ളത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ തന്നെ കുറേ സമയം എടുത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് ഇത്ര എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഞാൻ എപ്പോഴും മാറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരേ ഒരു ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്യുക, അതായത് റൗണ്ട് ഷേപ്പിൽ. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ഷേപ്പ് മാറ്റിയിട്ട് ഒരു സ്ക്വയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു മെറ്റീരിയൽ മുറിച്ചെടുത്തു. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പ് അടിക്കുന്ന പോലെ തന്നെ ഈ സ്ക്വയറിൻ്റെ ചുറ്റും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഓരോ ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് കേട്ടോ വെച്ചത്. അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് ഒരു പോർഷൻ ഇപ്പുറത്തേക്കും ഒരു പോർഷൻ ഇപ്പുറത്തേക്കും ആണ് കേട്ടോ ഇതിൻ്റെ തലയിരിക്കുന്നത്. പിന്നെ ഈ ഒരു മാറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ സൂക്ഷിച്ചടിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ സൂചിയൊക്കെ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു മാറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറേ സമയം വേണമെങ്കിലും നമുക്ക് അതേപോലെ തന്നെ ഇത് കുറേ കാലം യൂസ് ചെയ്യാനും പറ്റും. ഈ ഒരു മാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് കാത്തിൻ്റെ അമ്മയാണ് കേട്ടോ എനിക്കിത് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ആ അന്ന് പഠിച്ച മുതൽ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പണ്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഇതേപോലത്തെ മാറ്റുകളും കൂടി ഞാൻ ആഡ് ആക്കാം കേട്ടോ. അത് ഞാൻ സ്ക്വയർ ഷേപ്പിലല്ല റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ എല്ലാ മാറ്റുകളും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മോൾവശം കാണാൻ ഇങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ബാക്ക് വശം കാണാൻ ഇതേപോലത്തെ കുറേ സ്റ്റിച്ചുകൾ കൂടിയിട്ടുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ പണ്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഞാനിവിടെ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതുമാണ് കേട്ടോ. ഇതൊക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാറ്റുകളാണ്. അപ്പോൾ ഇതിൽ ഏത് മാറ്റാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ.